ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ LPSC UPSC ഇൻ്റർവ്യൂ സീരീസ് ഹോബിയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ഹോബി എന്ന് പറയുന്നത് വാച്ചിങ് മൂവീസ് ആണ് കേട്ടോ. മൂവീസ് അല്ലെങ്കിൽ സിനിമ കാണുന്നതാണ് ഹോബി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അല്ലേ? ഇത് ക്ലാസ് ആയിട്ട് എടുക്കണമോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. എന്നാലും ഒരാൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് കേട്ടോ ഈ ഒരു വാച്ചിങ് സിനിമ എന്ന് പറയുന്ന ഹോബി റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത്, ഏത് തരത്തിലുള്ള മൂവികളാണ് കാണാനായിട്ട് ഇഷ്ടം? സിനിമകൾ നമുക്ക് കോമിക്കാണോ, അല്ല എങ്കിൽ ട്രാജിക് ആയിട്ടുള്ള സിനിമയാണോ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സിനിമാസാണോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമാസാണോ, ഹൊറർ ആണോ, ത്രില്ലർ മൂവീസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഏതാണോ കാണാൻ ഇഷ്ടം ആ ഒരു സിനിമ പറയുക, അല്ലെങ്കിൽ ആ ഒരു ഏരിയ പറയുക. അതുപോലെ തന്നെ അവസാനമായി കണ്ട സിനിമ ഏതെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സിനിമ ഏതാണെന്ന് പറയുക, അതിൻ്റെ ഡയറക്ടർ ആരാണ്, അതുപോലെ തന്നെ അതിൽ പ്രൊഡ്യൂസർ ആരാണ്. പ്രൊഡ്യൂസറിനെക്കാളും സിനിമയാവുമ്പോൾ ഡയറക്ടറിനെ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അഭിനേതാക്കൾ ആരാണ്, എന്തായിരുന്നു ആ സിനിമയുടെ ഇതിവൃത്തം, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സിനിമയെ വിലയിരുത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പം അതുപോലെ തന്നെ പഴയകാല സിനിമയും പുതിയ കാല സിനിമയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. സിനിമാ മേഖലയിൽ കൊടുക്കുന്ന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ അവാർഡൊക്കെ കിട്ടിയതുണ്ടെങ്കിൽ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അതുപോലെ തന്നെ സിനിമയെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആടുജീവിതത്തെ പറ്റി ചോദിക്കാം, കണ്ടിരുന്നോ എന്ന് പറഞ്ഞ് ചോദിക്കാം. അതിൽ നിന്നും ബെന്യാമിനിലോട്ട് കയറിപ്പോവാം കേട്ടോ. ആടുജീവിതം ഒരു സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ബെന്യാമിനിലോട്ട് കയറിപ്പോകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നത് സിനിമാ മേഖലയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, നമ്മളിപ്പോൾ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചേഴ്സാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്. അപ്പോൾ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ, ഞാനാണ് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കിടയിൽ സിനിമയുടെ സ്വാധീനം എപ്രകാരമാണ് ടീച്ചർ വിലയിരുത്തുന്നത്? സിനിമ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ? ഏത് രീതിയിലാണ്? അത് നല്ല രീതിയിലുള്ള സ്വാധീനമാണോ അതോ ചീത്ത രീതിയിലുള്ള സ്വാധീനമാണോ എന്നൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വയലൻസ് നിറഞ്ഞ ചിത്രങ്ങൾ, ഈ അടുത്ത് റിലീസായ വയലൻസ് ആയിട്ടുള്ള ചിത്രങ്ങളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ചിത്രത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ആ ഒരു ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം ഉള്ള കുട്ടികൾക്കിടയിലെ ആ ഒരു സിനിമയുടെ അംഗീകാരം എങ്ങനെയാണ്, എപ്രകാരമാണ് കുട്ടികൾ സിനിമയെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ക്രൈംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ക്രൈംസ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ക്രൈമിൻ്റെ ഭാഗമായിട്ട് സിനിമ അതിനെ സ്വാധീനിക്കുന്നുണ്ടോ? സിനിമയിൽ നിന്നും ഉൾക്കൊള്ളുന്ന എന്തെങ്കിലും മോശമായിട്ടുള്ള വശങ്ങൾ കുട്ടികളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ കുട്ടികളെ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഈ അടുത്ത് ചോദിച്ചു കണ്ടൊരു ചോദ്യമാണ് മുൻപൊക്കെ, സിനിമയിൽ അല്ലേ തെറ്റുകൾ കണ്ടാൽ, ഇപ്പോൾ നായകനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി പഴുതുണ്ടാക്കിയിട്ട് നായകനെ പോസിറ്റീവാക്കി മാറ്റുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് കുട്ടികളെ മോശമായി സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ മുൻപൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മളോട് കൂടുതലും ചോദിക്കാൻ ചാൻസ് കുട്ടികളുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ മാണിക്യക്കല്ല് പോലുള്ള സിനിമ എപ്രകാരം സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെ, അല്ലെ ടീച്ചറും കുട്ടിയുമായുള്ള ബന്ധമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ഫടികത്തിലെ ചാക്കോമാഷിനെ പോലെ ആയിരിക്കണമോ മാത്സ് ടീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ടീച്ചേഴ്സ് എപ്രകാരമായിരിക്കണം അല്ലേ? ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും ഓരോ നിമിഷവും അവരെന്തായിരിക്കണം? അപ് ടു ഡേറ്റ് ആയിരിക്കണം, അവരെന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, അവരെന്താണ് ഓരോ കാര്യങ്ങളിലും ക്യൂരിയോസിറ്റി കണ്ടെത്തുന്നവരായിരിക്കണം. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെയും അപ്രകാരം വാർത്തെടുക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾ എപ്രകാരമുള്ള സിനിമയായിരിക്കും കുട്ടികളെ കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചോദിക്കാം. സ്കൂളിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള സിനിമകളാണ് പ്രദർശിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ സജസ്റ്റ് ചെയ്യുന്ന 3 സിനിമകളുടെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു സ്കൂളിൽ കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന ക്ലാസിക് ആയിട്ടുള്ള 3 സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാം. അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനെ പറ്റി ചോദിക്കാം. അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് സിനിമയിൽ ഏതെങ്കിലും ഡയറക്ടേഴ്സോ ആരെങ്കിലും ഒക്കെ അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. നമ്മളോട് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളത് സിനിമയും നമ്മുടെ കൗമാരവും അല്ലെങ്കിൽ
സിനിമയും സ്കൂൾ കുട്ടികളും തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. സിനിമ കുട്ടികളെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ടോ, നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ടോ, ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആദ്യം വളരെ റയറായിട്ട് സിനിമയാണ് നമ്മൾ ഹോബി വെച്ചിട്ടുള്ളതെങ്കിൽ ഏത് ടൈപ്പ് സിനിമയാണ് കാണാൻ ഇഷ്ടമെന്ന് ചോദിക്കാം. അത് പറയുമ്പോൾ ലാസ്റ്റ് കണ്ട സിനിമ ഏതാണെന്ന് ചോദിക്കാം. പിന്നെ അടുത്ത് പോകുന്നത് സ്കൂൾ ലെവലിലോട്ടാണ് പോകുന്നത്, അല്ലേ? എന്താണ് നമ്മുടെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഒരു സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ടീച്ചറിന് കഴിയുമോ, അല്ലെങ്കിൽ കുട്ടികളിലെ തിരക്കഥയിലുള്ള അഭിരുചി കണ്ടെത്താൻ, ഡയറക്ഷനിലുള്ള അഭിരുചി കണ്ടെത്താൻ എന്ത് കലാപരിപാടിയാണ് ടീച്ചറിന് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഹോബി കുട്ടികളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഇവിടെ എന്താണ് ഈ വീഡിയോയിൽ ആരെയും മോശമായിട്ടോ അല്ലെങ്കിൽ സിനിമയെ മോശമായിട്ടോ ഒന്നും പറയുന്നില്ല. അതിൽ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മോശമായ വശങ്ങളെ ഒരു സിനിമ എന്ന കോൺസെപ്റ്റിൽ തന്നെ തള്ളിക്കളയാനും കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പോസിറ്റീവായിട്ട് തന്നെ ആൻസർ കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.